മോളു ഇനി കാണുമ്പോ അച്ഛന്റെ മുഖം ഓർക്കോ? മോളെ അമ്മ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും. അച്ഛന് മോളെ കാണാനാ ഇങ്ങനൊരു സാഹസം കാണിച്ചത്. കല്യാണത്തിനിടയ്ക്ക് ഭയങ്കര ഇടങ്ങാറായി പോയല്ലോ. അങ്ങനൊന്നും പറയാതെ രതീഷേ, അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ അവളിപ്പോ ജീവിക്കുന്നത് തന്നെ. അതിന്റെ കൂടെ അതും കൂടെ ഇല്ലാതായാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, ഈ മനോഹർ തന്നെ ആയിരിക്കും കൊച്ചിനെടുത്തോണ്ട് പോയത്. അല്ലാതെ പിന്നെ ആരാ? കൊച്ചു കളിച്ചോണ്ടിരുന്ന പന്ത് പുറത്ത് കിടപ്പുണ്ടായിരുന്നാ പറഞ്ഞത്. ഇനി വല്ല ഭിക്ഷക്കാരും വന്ന് എടുത്തോണ്ട് പോയതായിരിക്കും. അങ്ങനൊന്നും പറയാതാ. അല്ല, ഈ മനോഹറാണ് എടുത്തോണ്ട് പോയെങ്കിൽ കൊച്ചിനെ തിരിച്ചു കിട്ടും. ഹലോ, ഞാനാ സാറേ മനോഹർ. എടാ, നിന്റെ കയ്യിൽ കുഞ്ഞുണ്ടോ? ഉണ്ട് സാറേ. എടാ, എന്ത് പണിയാടാ നീ കാണിച്ചത്? ഒരുത്തി ജീവൻ പോയതുപോലെ കുഞ്ഞിനെ കാണാതെ നിലവിളിച്ചോണ്ടിരിക്കുക. നേരായ മാർഗത്തില് എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാ സാറേ വളഞ്ഞ വഴി തേടേണ്ടി വന്നത്. ഇവിടെ അടുത്തുള്ള പാർക്കിലുണ്ട് സാറേ. സാർ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. കുഞ്ഞിനെ തരാം. ശരി, എവിടെയും പോകരുത്. അവിടെ തന്നെ നിൽക്ക്. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി സാറേ. അവൻ തന്നെ എടുത്തോണ്ട് പോയല്ലേ? അതെ, ഇവിടെ അടുത്തുള്ള പാർക്കിലുണ്ടെന്നാ പറഞ്ഞു. അത് സാറ് പറഞ്ഞാലും ഭാഗ്യമായി കേട്ടോ. കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് സരുവിനെ വിളിക്കാം. അതാണ് നല്ലത്. ആ. ഇനി അവൻ പാർക്കിന്റെ മുന്നിൽ ഉണ്ടെന്നെങ്ങാനും പറഞ്ഞാ അവളവിടെ പാഞ്ഞെത്തും അവനെ കൊല്ലാനായിട്ട്. കല്യാണമാണ്, അതിനിടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അല്ല, അവനിപ്പോ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പുറകെ നടക്കും. അതുകൊണ്ടല്ലേ ഞാനും കല്യാണം കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് അവനെ കാണിക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. അവൻ പരോളിൽ ഇറങ്ങിയത് കുഞ്ഞിനെ കാണാൻ വേണ്ടി തന്നെയാ. അത് മാത്രമല്ലല്ലോ, ബഗാസുരം പറയുന്ന വാക്ക് കേട്ടിട്ടില്ലേ മനോഹറെ കൊല്ലാൻ നോക്കിയത്. കുഞ്ഞിനെ സ്നേഹിക്കുന്നത് തന്നെയാണ് അച്ഛന്റെയും മോളുടെയും പ്രശ്നം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ മനോഹറിനെ സരുവിന് വേണമെങ്കിൽ സ്നേഹിക്കാമായിരുന്നു. നല്ലൊരു ജീവിതം കുഞ്ഞുമായിട്ട് അവർക്ക് നയിക്കായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്ത് പണിയാടെ കാണിക്കുന്നത്? മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു സാറേ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ. കാർത്തിയുടെ കല്യാണം അവിടെ, അതിനുവേണ്ടി എല്ലാവരും ഓടി നടക്കുക. അതിനിടയിൽ നീ വെറുതെ ഓരോ പണികൾ ഒപ്പിച്ചു നോക്കുന്നത്. ഞാൻ എന്റെ മോളെ തല്ലാനും കൊല്ലാനൊന്നും അല്ലല്ലോ കൊണ്ടുവന്നത്. ഒന്ന് കാണാനല്ലേ. മോളാണെങ്കിൽ എന്റെ അടുത്ത് വന്നതിന് ശേഷം ഒന്ന് കരഞ്ഞിട്ട് പോലുമില്ല. മോളെ ഹാപ്പിയാ. അല്ലെങ്കിലും മോൾ അങ്ങനെ കരച്ചിൽ കൂടുതലുള്ള കുട്ടിയൊന്നും അല്ല. നിന്റെ മുഖം കുഞ്ഞിന്റെ മനസ്സിൽ പതിയാൻ പാടില്ലെന്നേ സരുവിന് ആഗ്രഹമുള്ളൂ. മോൾക്ക് ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന് മോൾ അറിയാൻ പാടില്ല. എന്നാൽ നീ അത് അറിയിക്കാനുള്ള പുറപ്പാടില്ല. എടാ, കൊച്ചിന് അച്ഛനില്ലെന്ന് പറഞ്ഞ സരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ നീ തിരുത്താൻ നോക്കിയാലും വളർന്നു വരുമ്പോൾ നിന്റെ ചരിത്രം അറിയുന്നോടെ കുഞ്ഞു പിന്നെ നിന്റെ അടുത്തേക്ക് വരാൻ മടിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നീ ദൂരെ മാറി നടക്കുന്നേ നല്ലത്. അത് ഞാനിനി ശ്രമിച്ചാലും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ശരി, നീ ഇനി ഇതുപോലത്തെ സാഹസങ്ങളൊന്നും കാണിക്കാൻ നിൽക്കരുത്. എല്ലാവർക്കും ഇത് വലിയ ഇടങ്ങാറാണ് ഉണ്ടാക്കുന്നത്. ഞാനാണ് കുഞ്ഞിനെ എടുത്തോണ്ട് വന്നെന്ന് പറയേണ്ട സാറേ. പറഞ്ഞില്ലെങ്കിലും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അവർക്കുണ്ട്. പിന്നെ നിന്നെ കണ്ടില്ലെന്ന് ഞാൻ പറയാം. നിന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലണം എന്നാണ് അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ സമയത്ത് അത് ചെയ്തില്ല എന്ന് അവൾ അറിഞ്ഞ അവൾ ഏത് അർത്ഥത്തിൽ എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നിന്നെ സ്നേഹിക്കുന്ന ആരെയും അവൾ അംഗീകരിക്കില്ല. അത്രയ്ക്ക് അവൾ നിന്നെ വെറുത്തുപോയി. എത്രയും പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് കൊടുക്കും സാറേ. അതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കല്ലേ സാറേ. ശരിയാണ്, ദൈവത്തെ ഓർത്ത് എന്നെയും കല്യാണം ഇങ്ങനെ പരീക്ഷിക്കില്ലേ. അവളെ സമാധാനിപ്പിക്കാൻ കല്യാണം അങ്ങോട്ട് പോയിരിക്കുക. കൺമണി മോൾക്ക് വേണ്ടി മാത്രമാണ് അവളിപ്പോ ജീവിക്കുന്നത് തന്നെ. ആ കുഞ്ഞില്ലെങ്കിൽ അവൾക്ക് പിന്നെ ജീവിതമില്ല. ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ കല്യാണി മോള്. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ആന്റി ഒന്നും മിണ്ടാതിരിക്കുക. ഇവിടെ മുഖം കാണുമ്പോ എനിക്ക് ദേഷ്യം വരുവാ. മോളെ, കിരണ്ണെ ഒന്ന് വിളിക്കും മോളെ. മോളെ, നീ എവിടെയായിരുന്നടാ? മക്കളെ, നീ എവിടെയായിരുന്നു? എന്താ കിരൺ പറ്റിയേ? ആരാ മോളെ കൊണ്ടുപോയത്? അത് പിന്നെ കൊണ്ടുപോയതാരാണെന്ന് അറിയില്ല. ആ പാർക്കിലുണ്ടെന്ന് പറഞ്ഞ ഒരു അജ്ഞാതന്റെ കോള് വന്നു. അവിടെ ചെന്നപ്പോ അവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്തുണ്ടായിരുന്നു മോള്. അവൻ തന്നെ ആയിരിക്കും കൊണ്ടുപോയത്. ഉറപ്പല്ലേ? അല്ലാതെ വേറെ ആരും കൊണ്ടുപോകാനാ? ഏതായാലും മോളുടെ സങ്കടം തീർന്നല്ലോ. തീർന്നു. അതുകൊണ്ട് ഇനി സങ്കടം ഉണ്ടാക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞോ. കുഞ്ഞിനെ തിരികെ കിട്ടിയല്ലോ സറിയോ. ഇനി വെറുതെ ആന്റിയെ കുറ്റപ്പെടുത്തരുത്. അമ്മയുടെ മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ എന്തെങ്കിലും മോക്ക് കൊടുക്കട്ടെ. ശരിക്കും അവനാണോ മോനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്? അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആന്റി അങ്ങോട്ട് ചെല്ല്, കുഞ്ഞിന് എന്തെങ്കിലും എടുത്തു കൊടുക്ക്. അവൻ തന്നെയാ കൊണ്ടുപോയത്. എന്നിട്ട് കുഞ്ഞിന് വേണ്ടെന്നൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അത് കാറിലിരിക്കുക. ഇപ്പൊ അത് എടുത്തു കൊടുത്താൽ അവർക്ക് സംശയം തോന്നുമല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഞാൻ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോയി ഇങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ലെന്ന് സരവിന് നന്നായിട്ട് അറിയാം. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് അവൻ വാങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് കൊടുക്കാം. അവന്റെ വലിയ സ്നേഹമാണ് കുഞ്ഞിനോട്. കുഞ്ഞിനെ മനോഹറിനെ കാണണമെന്ന് പറയുമ്പോ സറിയു ഭ്രാന്തരത്ത് നടക്കുന്ന പോലെയാണ് കുഞ്ഞിനെ കാണാത്തപ്പോ അവന്റെ അവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ മനോഹർ പാവാ. ഇപ്പൊ സത്യം പറഞ്ഞ സറിയുന് മനോഹറുമായിട്ട് ഒരുമിച്ച് ജീവിക്കാവുന്നതേ ഉള്ളൂ അല്ലെ? പക്ഷെ അവൻ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയമാവുമല്ലോ. എന്നാലും ഒരു പരിധി വരെ കൺമണി മോൾക്ക് നല്ലൊരു അച്ഛനാകാൻ മനോഹറിന് കഴിയും. അത് പക്ഷേ സറിയു സമ്മതിക്കുന്നില്ലല്ലോ. അതാണ് സങ്കടം. എവിടെ വെച്ചാ കുഞ്ഞിനെ തന്നത്? അവൻ ബീച്ചിലും കടയിലൊക്കെ കറങ്ങി പാർക്കിലേക്ക് എത്തിയിട്ട് എന്നോട് പാർക്കിലേക്ക് വരാൻ പറയുമായിരുന്നു. അവിടെ വെച്ചാണ് അവൻ കുഞ്ഞിനെ തന്നത്. എന്തായാലും വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞു പോയി. കല്യാണം നടക്കാൻ പോവാ. അതിനിടയ്ക്ക് ഇത്തരം തലവേദനകൾ ഉണ്ടാവുന്നതാ ഏറ്റവും വലിയ പ്രയാസം. എന്നാ അവൻ പരോള് കഴിഞ്ഞ് പോകുന്നത്? കാർത്തികയുടെ കല്യാണം നടക്കുന്ന ദിവസമെന്നാണ് പറഞ്ഞത്. ഓട്ടെ, അവൻ ജയിലിലേക്ക് പോയാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. ഒന്നാമത് അവനെ കൊല്ലാൻ വേണ്ടി ഇവിടെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അതും ഒരു തലവേദന. പുറത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ലോടാ. അവനെ എന്റെ മോള് തീർത്തൊന്നും അറിയില്ല. പുറത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് എനിക്കും ശ്വാസം മുട്ടലുണ്ട്. അവിടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ നടക്കുമല്ലേ, അതിന്റെ ഇടയിൽ എങ്ങനെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന അറിയാൻ പറ്റത്തില്ല. അങ്കിളിന്റെ മോള് ജയിലിൽ കിടക്കുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. അതുകൊണ്ട് മനോഹർ പുറത്തു വെച്ച് മരിക്കണമെന്ന് അങ്കിള് പ്രാർത്ഥിക്കേണ്ട. കാർത്തികയുടെ കല്യാണം കലക്കിയിട്ട് ഗംഗൻ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ ഇതിനകത്തിട്ട് മനോഹറിനെ എന്ത് വേണേലും ചെയ്യാലോ. അത് നമ്മുടെ ആഗ്രഹമല്ലടാ. എന്റെ മോള് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന അധികാരത്തോടെ മനോഹർ ജീവിക്കാൻ പാടില്ല. അതിനവനെ അവസാനിപ്പിച്ചേ പറ്റൂ. നമ്മൾ എങ്ങനെ ജീവിച്ചാടാ പുറത്ത്? രാജാക്കന്മാരെ പോലെ അല്ലായിരുന്നു. ആ സമയത്ത് വെട്ടിമാറ്റേണ്ടവരൊക്കെ വെട്ടിമാറ്റേണ്ടതായിരുന്നു. പ്രധാനമായി ഒഴിവാക്കേണ്ടിയിരുന്നത് നിന്റെ മൂത്ത പെങ്ങളെ ആയിരുന്നില്ല, കല്യാണിയായിരുന്നു. എങ്കിൽ നിനക്കും എനിക്കും മെച്ചം ഉണ്ടാവുമായിരുന്നു. പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ജീവിതം കാർന്ന് തിന്നത് ആ കരിന്തേള. അവളുടെ കുട്ടിക്കാലത്ത് അവൾ എന്തുമാത്രം നരകവേദന അനുഭവിച്ചതാണ്. അതിന്റെ ഇരട്ടി സുഖവും സന്തോഷവും 6-7 വർഷമായിട്ട് അവൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കിരണിനെയും കല്യാണം തമ്മിൽ വേർപിരിച്ചില്ലെങ്കിൽ ആ സുഖവും സന്തോഷവും അവളെ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകത്തില്ല. അവൾ ഇന്ന് എന്റെ മോളുടെ പേരിലുണ്ടായിരുന്ന കമ്പനിയുടെ MD ആണ്. അവിടുത്തെ വെറുമൊരു ജോലിക്കാരി മാത്രമാണ് ഇന്ന് എന്റെ മോള്. കല്യാണി ഒഴിവാക്കിയിട്ട് അവൾ ഇപ്പൊ ഇരിക്കുന്ന കസേരയിൽ എന്റെ മോൾ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതും കിരണിന്റെ അരികിൽ. അങ്കിളിന്റെ അനന്തരവനാണെങ്കിലും ഞാൻ പറയുക, അവൻ ഒരു പെൺകോന്നൻ. കല്യാണി മരിച്ച അവൻ അവളുടെ ഓർമ്മയെ കഴിയുമെന്നല്ലാതെ ഒരു കാരണവശാലും സരയുവിനെ സ്വീകരിക്കാൻ പോകുന്നില്ല. എടാ 1-2 വർഷം അവൻ കല്യാണിയുടെ ഓർമ്മയിൽ ജീവിക്കും. പിന്നെ അവന്റെ കുഞ്ഞിനും സരയുവിന്റെ കുഞ്ഞിനും വേണ്ടി അവൻ ചിലപ്പോ സരയുവിനെ ഏറ്റെടുത്തെന്ന് വരാം. ഇപ്പോ അവളുടെ സ്വഭാവം നന്നായതുകൊണ്ട് ചന്ദ്രസേനന്റെയും എന്റെ പെങ്ങളുടെയും ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടാവും. കല്യാണി കിരണിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. എങ്കിലേ അതൊക്കെ സാധിക്കൂ. അതെ ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം. ഈ കല്യാണം നടക്കുന്ന ദിലീപിന്റെ വീടിയുടെ അടുത്താണോ? ആ, ഇവിടെ നിന്ന് 200 മീറ്റർ പോയാൽ മതി. നേരെ പോകുമ്പോ ലെഫ്റ്റ് സൈഡില്ല. അവിടേക്ക് കുറച്ച് ഇല വേണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഇലയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഗോവിന്ദൻകുട്ടിയുടെ കടയിൽ നിന്നാണല്ലോ. അതെ, ഗോവിന്ദൻകുട്ടിയുടെ കടയിൽ നിന്ന് തന്നെയാ. ആ, സദ്യയൊക്കെ പെണ്ണിന്റെ വീട്ടിലല്ലേ. പിന്നെ ഇവിടെ തലേ ദിവസം വരുന്നവർക്ക് ഭക്ഷണവും മറ്റും കൊടുക്കാനായിരിക്കും. ഇപ്പൊ പേപ്പർ പ്ലേറ്റ് അല്ലേ എല്ലാരും ഉപയോഗിക്കുന്നത്. അവിടെ കുറച്ച് വാഴയില വേണമെന്ന് പറഞ്ഞിരിക്കുക. അല്ല, ഇലയൊക്കെ ആയിട്ട് പോകുന്നത് അവിടെ ജോലിക്കുന്ന ഒരു പയ്യനാണല്ലോ. പയ്യൻ അവിടെ ഇല്ല. നമ്മളെ ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്. ഞാൻ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയിലൊരു അമ്മാവനാ. കുറച്ചു ദിവസം സഹായിക്കാനായിട്ട് കടയിൽ നിൽക്കാൻ പറഞ്ഞു. എത്രയായി? 15 രൂപ. എടാ, കല്യാണത്തിന്റെ അന്ന് ഇങ്ങനെ കുലിക്കാ പോരെ, എന്തിനാ ഇങ്ങനെ എന്റെ മുഖം ഇരിക്കുന്നത്? എന്നാലും കല്യാണത്തിന്റെ വീട്ടിലേക്ക് തലേദിവസം നമ്മൾ പോയല്ലടാ. അവിടെ അവളൊരുങ്ങിയായിരിക്കുമല്ലേ ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ പിന്നിൽ പോകാൻ പാടുണ്ടോ? നീയൊക്കെ നിർബന്ധിച്ചോണ്ടാ അങ്ങോട്ട് പോകുന്നത്. എടാ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലടാ. ബർത്ത്ഡേ ആയിട്ട് നിനക്ക് നിന്റെ പെണ്ണെ കണ്ടേ. ഇവന്റെ പിറന്നാൾ സമ്മാനമാണ് ഇവന്റെ ഭാര്യ. എടാ, വേറൊന്നും കൊണ്ടല്ലടാ. ഒരുത്ത ഇങ്ങനെ ആരെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക. അവൻ കല്യാണം മുടക്കാൻ പരമാവധി ശ്രമിക്കും. ആ നേരത്ത് നമ്മൾ പരമാവധി യാത്ര ഒഴിവാക്കുന്നതാ ഏറ്റവും നല്ലത്. നീ അവന് പുല്ല് വില കൊടുത്താണല്ലോ ഫോണൊക്കെ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് എന്താ ഒരു ഭയം പോലെ? നാളെ കല്യാണം ആയാലോടാ. അവനാണെങ്കിൽ കാർത്തികയുടെ വീടിന്റെ പരിസരത്ത് ഉണ്ട് താൻ. നമ്മൾ പോകുന്ന വാഹനത്തിൽ ഒരു ടിപ്പർ വന്ന് കയറിയാലും പ്രശ്നമല്ലേ. അവനൊക്കെ ചെന്നൈയിൽ കിടന്ന് പയറ്റി തെളിഞ്ഞവൻ. എന്നിട്ടാ കിരൺ അവനെ 2-3 പ്രാവശ്യം തല്ലി പഞ്ചറാക്കി. നേരെ വന്നു കഴിഞ്ഞാ ഒരു കൈ ഞാനും നോക്കാം. പക്ഷെ അവനങ്ങനെ വരില്ലല്ലോ. എന്തായാലും കാർത്തികയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അവൾക്ക് പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല ഞാൻ അവളെ ഇത്രയധികം സ്നേഹിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, അമ്മ പോലും പറഞ്ഞു ഈ ബന്ധം വേണ്ടാന്ന്. ഓരോരോ സംഭവങ്ങൾ അറിഞ്ഞിട്ട്, പിന്നെ അപകടം മുന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞതാ പിന്മാറാൻ. ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എന്റെ ജീവിതം അപകടത്തിലാവരുതെന്ന് അവൾ വാശി പിടിച്ചു. അവളുടെ ആ ക്യാരക്ടറാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കാൻ പാടില്ലടാ. ഇന്നത്തെ കാലത്ത് വിവാഹ ജീവിതം ഒട്ടും സക്സസ് അല്ല. ഞങ്ങൾ എല്ലാവരും ഒരുപാട് അനുഭവിച്ചതാ. കല്യാണം കഴിഞ്ഞാൽ ആണും പെണ്ണും തളയ്ക്കപ്പെടും. അവള് ബിസിനസ്സൊക്കെ നടത്തി അത്യാവശ്യം പേരൊക്കെ സമ്പാദിച്ചെന്ന് പറയുമ്പോ അവള് സ്മാർട്ട് ആയിരിക്കും. ഇനി നീ ഒന്ന് നോക്കി, ഞങ്ങളുടെ കാഴ്ചയിൽ നീ ഓക്കെ, പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടത് ഡബിൾ ഓക്കെ. എന്നാ പിന്നെ ഇറങ്ങാം.